നിൻ്റെ ജീവിതത്തിൻ്റെ വിജയം മറ്റുള്ളവർക്ക് ഒരു പാഠമായി മാറണം. തനിച്ചിരുന്ന അവസരങ്ങളിൽ മാത്രമാണ് നമ്മുടെ ക്രിയാത്മകത വർദ്ധിപ്പിച്ചതെന്നുള്ളത് മനസ്സിലാക്കണം. നമ്മുടെ ഒറ്റപ്പെടലിൻ്റെ സമയത്ത് കൂടെ നിഴലുപോലെ ഉണ്ടായിരുന്ന ഒരു സാന്നിധ്യം നീ മറക്കരുത്. അത് പ്രപഞ്ച സത്യമാണ്. അതിൻ്റെ പേരാണ് ദൈവം. ആ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എനിക്കോ നിനക്കോ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും ഉണ്ടല്ലോ, മറ്റുള്ളവരെ തകർക്കാനാണോ മറ്റുള്ളവരെ പടുത്തുയർത്താനാണോ ഉള്ളത് എന്നും കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ജീവിതത്തിൻ്റെ ആരംഭം മുതൽ നമുക്ക് തിരിച്ചറിവായപ്പോൾ മുതൽ നമ്മൾ ഉപയോഗിച്ച വാക്കുകളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്ര പേരെ വളർത്തിയിട്ടുണ്ട്, അതെയോ എത്ര പേരെ തളർത്തിയിട്ടുണ്ടെന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. തളർത്തിയ വാക്കുകൾക്കോ അല്ലെങ്കിൽ തളർന്ന മനസ്സുകൾക്കോ നമുക്ക് ഒരിക്കലും പിടിച്ചേൽപ്പിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. അവരൊക്കെ എവിടെയോ ഒക്കെ കരഞ്ഞു നമ്മൾ പറഞ്ഞ വാക്കുകൾ കൊണ്ട് നീറി പുകയാതെ, മറിച്ച് നമ്മൾ പകർന്നു കൊടുത്ത വാക്കുകൾ അവർക്ക് ജീവിക്കാനായിട്ട് പ്രചോദനം നൽകിയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൺമറയത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ സന്ധികളിൽ നിങ്ങളെ ഓർക്കാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അവരുടെ ജീവിതം കടന്നു പോകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം എപ്പോഴും ഓർക്കണം. അത്തരമുള്ള അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും വിജയമായിട്ട് ഭവിക്കുന്നത്. അതിനാൽ ഉപയോഗിക്കുന്ന വാക്കുകളെ എപ്പോഴും അളന്നും തൂക്കിയും ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം മുറിവേൽപ്പിച്ച ഒരു ഹൃദയവും നിനക്കോ എനിക്കോ അത് സൗഖ്യപ്പെടുത്താനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പം മുന്നിൽ വരുന്ന ആരാണേലും അവനെ കരുണയോടെ വീക്ഷിക്കാനുള്ളൊരു കണ്ണും അവനെ ആർദ്രതയോടെ വാരിപ്പുണരാനുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ നീ നിൻ്റെ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കും. സോ സ്റ്റേ